ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. കഴിഞ്ഞ 24 മണിക്കൂറുകൾക്കിടയിൽ ലാലേട്ടനുമായി ഒരു ബന്ധവുമില്ലാത്ത വാർത്തകൾക്ക് ലാലേട്ടന്റെ ചിത്രമടക്കമുള്ള സോഷ്യൽ മീഡിയയിലെ വാർത്തകൾ, ഒപ്പം തന്നെ പോസ്റ്റുകൾ എല്ലാം തന്നെ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾ കണ്ടിരിക്കുമല്ലോ. ഗ്യാസ് വില കൂടിയപ്പോൾ ലാലേട്ടന്റെ ചിത്രം, ഒപ്പം തന്നെ തിങ്കളാഴ്ച വരുന്നതിന് ലാലേട്ടന്റെ ചിത്രം, ARM എന്ന സിനിമയുടെ അപ്ഡേറ്റിന് ലാലേട്ടന്റെ ചിത്രം, ഗോട്ട് എന്ന സിനിമയുടെ പ്രീസെയിൽ കളക്ഷനോടൊപ്പം ലാലേട്ടന്റെ ചിത്രം, അങ്ങനെ നിരവധി കണ്ടന്റുകൾക്കൊപ്പം ലാലേട്ടന്റെ ചിത്രമായിരുന്നു ഇന്നലെ രാത്രി മുതൽ ഇന്ന് പകൽ സമയത്തടക്കം വിവിധ പേജുകളിൽ വിവിധ പോസ്റ്റുകളിൽ നമുക്ക് കാണാനായിട്ട് ഇതൊരു തരം പ്രതിഷേധമാണ് എന്നാണ് പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. ഒറ്റ നോട്ടത്തിൽ പലർക്കും കാര്യം പിടികിട്ടിയിട്ടില്ലെങ്കിൽ പോലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ ഒട്ടനേകം ആരോപണങ്ങൾ, പീഡന ആരോപണങ്ങൾ എല്ലാം തന്നെയാണല്ലോ വാർത്താ മാധ്യമങ്ങളിൽ നാം കാണുന്നത്. അത്തരത്തിലുള്ള പല ആരോപണങ്ങൾ വരുമ്പോൾ വേട്ടക്കാരുടെ ചിത്രങ്ങൾ വയ്ക്കുന്നതിന് പകരം ഫേക്ക് ന്യൂസ് ആയിട്ട് ലാലേട്ടന്റെ ചിത്രം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതോടെ അന്യഭാഷാ മീഡിയാസിലെല്ലാം തന്നെ ലാലേട്ടൻ പ്രതിയായത് കൊണ്ടാണ് അമ്മ സംഘടനയിൽ നിന്നും രാജിവെച്ച് പോയത്, പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് തുടങ്ങിയ തെറ്റായ വാർത്തകളെല്ലാം തന്നെ പ്രചരിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അന്യഭാഷയിലെ വാർത്താ അവതാരിക കൂടിയായ ധന്യ രാജേന്ദ്രൻ പോലും ലാലേട്ടന്റെ ചിത്രമെല്ലാം തന്നെ ദുരുപയോഗിക്കുന്ന ഒരു കാഴ്ചയെല്ലാം തന്നെ വന്നതോടെ, അതോടൊപ്പം തന്നെ കേരളത്തിലെയും ചില മാധ്യമങ്ങളെല്ലാം തന്നെ ലാലേട്ടന്റെ ചിത്രം തെറ്റായ വാർത്തകളോടൊപ്പം പ്രചരിപ്പിക്കുന്നതോടെ വലിയ പ്രതിഷേധമായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഉയർന്നത്. ആ പ്രതിഷേധത്തിന്റെ ബാക്കി പത്രമായിട്ടാണ് കഴിഞ്ഞ 24 മണിക്കൂറുകളിലെ വ്യത്യസ്ത കണ്ടന്റുകളോടൊപ്പം ലാലേട്ടന്റെ ചിത്രം നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിഞ്ഞത്. ലാലേട്ടന്റെ പേര് മോശമാക്കണം, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എങ്ങനെയെങ്കിലും ലാലേട്ടന്റെ പേര് വരണം, അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു സ്ത്രീ ലാലേട്ടനെതിരായിട്ട് ആരോപണം ഉന്നയിക്കണം തുടങ്ങിയ വാർത്തകളെല്ലാം തന്നെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കെല്ലാം തന്നെ മറുപടിയാണ് സോഷ്യൽ മീഡിയ നൽകി കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും ലാലേട്ടൻ തരംഗമാണ് നമുക്ക് കാണാനായിട്ട് ഇടയായത്. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള വാർത്തകൾക്ക്.